നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ പോയി ചാവ്. നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനെങ്ങാണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവൾ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ, അതിൻ്റെ ഒറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് തേരി മേരി എന്ന് പറഞ്ഞിട്ട്, വർക്കല. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു. ഞാനങ്ങനെ ഇവരെ മുംബൈയിലെ വീട് എനിക്കറിയില്ല, അങ്ങനെ അഞ്ചലുള്ള വീടുണ്ട്. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പുള്ളി ലൈഫ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല. ഇന്നിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ഒറ്റ കാര്യം ചെയ്താൽ ഇനി സജിനയെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയേണ്ടത് തോന്നുന്നു, ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഞാനിവിടെ വരും. ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു രോഗം ഉണ്ടാകുന്നത് മനസ്സിലായി 100% പറയാം. എൻ്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എൻ്റെ മോനെ കുറിച്ച് എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, അല്ല ഞാൻ നല്ല വിശ്വാസം, അത് സഹോദരങ്ങൾ അങ്ങോട്ടൊരു വിശ്വാസം തന്നെ ഉണ്ടാകും. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യമാണ്. ഞാൻ കൊല്ലത്തിന് ഇവിടം വരെ വന്നിട്ട് ചർച്ച ചെയ്യണം. ചെറിയ റോൾ ഉണ്ടായിരുന്നു. അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ സ്റ്റുഡിയോ ചെന്ന് കാണുമായിരിക്കും. ഇത് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സത്യനായ് സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടു. ഞാനിപ്പോൾ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായതിൽ ഇപ്പോഴും വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആക്കി എവിഡൻസ് ഉണ്ടായിട്ടാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേറൊന്നുമില്ല, എനിക്ക് വന്ന കാര്യം പോട്ടെ. കാരണം ഞാൻ ഇപ്പോഴും തളർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മാന്യമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എൻ്റെ വിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലും മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പുള്ളിയെ വിളിച്ചു ഇനി മുന്നോട്ട് സജിനയുമായിട്ടുള്ള ബന്ധം പോലെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ, അതായത് ഓഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫുള്ള്. കാരണം നമ്മൾ അത്ര വലിയ ആളല്ല, അദ്ദേഹത്തിൻ്റെ അത്ര വലിയ ആളല്ല. മനസ്സിലായി. ഇനി അങ്ങോട്ട് തുടർന്ന് വേറെ ഒരു ഡിമാൻഡ് തുടർന്നൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം
നമ്മൾ ഒരിക്കലും ഒരു കുടുംബം തകർക്കാനോ മൈനസാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നുവരെ മീഡിയയിൽ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പക്ഷേ നാളെ അത് പറയേണ്ടി വരരുത്. ഇതോടെ നിർത്തിച്ചാൽ മതി. ഇനി ആവർത്തിക്കരുതെന്ന് മാത്രം പറയും. നിങ്ങൾ റസൂലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും സംഭവിച്ചില്ല. ഞാൻ എനിക്ക് എഴുതി തരാം, മുദ്രപത്രം എഴുതി തരാം. എനിക്ക് എൻ്റെ മോനെ കുറിച്ച് തന്നെ പറയാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ അനിയനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊന്നും ഇതിനകത്ത് ഒരു ഇതുമല്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ പുള്ളിയോട് സംസാരിച്ചു. എങ്കിലും നിങ്ങളുടെ അടുത്ത് കൂടെ വന്നിട്ട്, കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരങ്ങളാണ്, ചേട്ടന്മാർ സഹോദരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു വിശ്വാസം, കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവർ. കാരണം ഇവൻ്റെ ഈ ക്രിമിനൽ ബുദ്ധികൾ ഇപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അറിയാം അവർക്ക്. കാരണം ഇവന് പല പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടവും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലോരോ ലേഡീസുണ്ട് ഇവന്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിന ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനവിടെ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനയെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല, ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി. ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ടെ ഈ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ടും പണി തന്നിട്ട് പറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അത് ഒരുപക്ഷെ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലെ ഒരു ഇരയാണ്. ഒരുപാട് ഇരകളുണ്ട് എങ്കിലും നമ്മൾ ഒരു ചെറിയൊരു വാർത്തയിനിടയ്ക്ക് കണ്ടിരുന്ന ഒരു BMW സജിനയ്ക്ക് മേടിച്ച് കൊടുത്തിട്ട് അതിന് 8 ലക്ഷം 8.5 ലക്ഷത്തിനങ്ങോട്ട് മേടിച്ചു കൊടുത്തില്ല, ബാക്കി 1 ലക്ഷം സംതിങ് അങ്ങോട്ട് കൊടുക്കാതെ പറ്റിച്ചു. അങ്ങനെ ഇവരെ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ വന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകെപ്പാട് ചെറിയ ലാഭം അവന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആ 1 ലക്ഷത്തി സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ റസൂലിൻ്റെ ക്രിമിനൽ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവൻ ആ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഇയാൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് മോഷണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് 14 ദിവസം ആ 2 പേര്, അതായത് ഒരു അൻവറും കൂടെ ഡ്രൈവറായിട്ട് വന്ന ആളും 14 ദിവസം ജയിലിലായിരുന്നു. എന്നിട്ട് ഇവർ എല്ലാ ആഴ്ചയും ഇപ്പം വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം സ്റ്റേഷനിൽ. അതിലൊരാൾ അയാളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഗൾഫിൽ പോകേണ്ടുള്ള ആളായിരുന്നു. അയാളുടെ ലൈഫ് നശിപ്പിച്ച്. ഇതൊക്കെ ഇവർക്കൊരു രസമാണ്. കേവലം 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, 1 ലക്ഷം രൂപ അതുപോലും അവർ ഗെയിം കളിച്ച് ഒരുത്തൻ്റെ 2 പേരുടെ ലൈഫ് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിമിനൽ ബാക്കിയുള്ളവരുടെ ലൈഫ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ ഏത് കള്ളക്കേസും കുടുക്കി ഏത് കള്ളക്കേസിലും കൊണ്ടിടുക എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത് കണക്ക് ക്രിമിനലായിട്ടുള്ള സജിന ഏതറ്റം വരെ വേണമെങ്കിലും പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്ക്. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്തില്ലെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ DAയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് DA ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ DAയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയത്. എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം, ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല, ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിൽ പറയല്ലോ.
തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞ്, ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജന താഴെ നിൽക്കുന്നതാണോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതൽ സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലെതിരെ നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാൾ ആ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു. ഒന്ന് പോയി കഴിഞ്ഞ് സജന, നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായി, ഇപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ്, പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തതന്നെ. എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടായത്. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മനെ ചേർന്ന് ചെറുക്കാൻ കഴിയാണ്. എന്താ കാര്യം കേട്ടേച്ച് കൊടുക്കാൻ വേണം. എന്നിട്ട് അവളിപ്പോൾ കാലി മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് എന്താ പറയുക, വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ. ഹലോ ഹലോ, അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നാ പറഞ്ഞത്? ഞാൻ അച്ചായനോട് അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ എന്തായാലും നമ്മളെ സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അച്ചായൻ ഫോളോ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്കത് വളരെ പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി എന്നെ വലിച്ചിരുന്ന കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ സംസാര മധ്യേ അതും പിന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല, അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു.
എന്നിട്ട് ഞാൻ അവരുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ നീ എന്തിനാണ് അവൾക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെങ്ങളെ നമുക്കല്ലായിരുന്നു, നീ ഏറ്റവും കൂടുതൽ അവൾ സഹായിച്ചുകൊണ്ടിരുന്ന നീ അല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ നിന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, എനിക്ക് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാണ് അവൾക്കെതിരെ ഇങ്ങനെ പോകുന്നത്, അത് ഇങ്ങനെ അവളിങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും പറയത്തുമില്ല. ആ സംശയങ്ങളല്ല നിനക്ക് മനസ്സിലാകുന്നില്ല. ഇത് അഥവാ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത് അന്നമ്മയാണ്. നീ മനസ്സിലാക്കുക, നീ നിൽക്കുന്ന ആളുകൾ ശരിയല്ല. ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇൻസിഡന്റിൽ പറഞ്ഞ് അവനെ ഞാൻ പറഞ്ഞു മാറ്റി. നീ ഇനി അവരുമായിട്ട് ചേർന്നിട്ട് അവരുടെ വീട്ടിൽ പോവുകയോ അവരുമായിട്ട് ചേർന്നവർക്കെതിരെ ഗാനപ്പ് ചെയ്യുകയോ ചെയ്യരുത്. എന്നിട്ട് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാളെ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാണ് അവൾക്കെതിരെയും ചെയ്യാറ്? ഞാൻ ചോദിച്ചാൽ ഞാൻ അത് DA എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോംബെയിൽ ഇറങ്ങിയത്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരും കൂടെ കടന്നുകൂടി ആ കാര്യങ്ങൾ ഇപ്പൊ അവൾ എന്നോട് ചില അറിയാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അതിപ്പോ 2 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് എത്രയോ 2 ദിവസമാണ് എന്നോട് ചെയ്തിട്ടുള്ളത്. 1 മാസം 2 മാസം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എത്രയോ മാസങ്ങൾ ഞാൻ അവളുമായിട്ട് വളരെ നന്നായി ഞങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങൾ മറന്നിട്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ. നിങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ? നിങ്ങളൊന്ന് സ്വയം ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് അവളോടുള്ള വിദ്വേഷം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കൂ, ഒരു സ്ത്രീയെ, അബലയായ ഒരു സ്ത്രീയെ, ഒറ്റയ്ക്കുള്ള സ്ത്രീയെ ആക്രമിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കൂ എന്ന് ചോദിച്ചാൽ അവളൊന്ന് ഒതുങ്ങി. അപ്പൊ എനിക്ക് ഈ 2 കാര്യം ഒതുക്കാൻ പറ്റുമോ? അന്നമ്മയായിട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. പറയുന്നത് എന്തും അവൾ നമുക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അന്നമ്മയായിട്ട് ഒന്നും സംസാരിച്ചില്ല. ഇവർ 2 പേരോട് ഞാൻ ഇന്ത്യയിൽ സംസാരിച്ചു. ആ സംസാരം അവിടെ നിർത്തി. ഓക്കെ, ഞാനത് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ 2ാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. അത് അങ്ങനെ തന്നെ നിക്കട്ടെ. നീ കൊമ്പടിക്കുന്ന എന്തിനാ? അവര് നിന്നെ ഗ്യാങ്ങപ്പിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി ഫിറോസിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DAയും അച്ചായനും ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അല്ല, എനിക്കിപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനും തിരുത്തിക്കുക, എന്നെയും അന്നമ്മയും തിരുത്തിക്കുക, എന്നെയും DAയും തിരുത്തിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞ അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിലും ഞാൻ ഈ കാണിക്കുന്നത് താനെ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറി എനിക്ക് മനസ്സിലാവില്ല. അവൻ എന്നോട് പറഞ്ഞത് നീ അവനെതിരെ പിന്നെ അത് ഞാൻ അച്ചായന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത് അല്ല. പക്ഷെ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഇക്ക ഡബിൾ ഗെയിം കളി ഇക്കാണ്. അന്നമ്മയോ അല്ല അച്ചായനും അല്ല ഷാലു അല്ല ദിയ അല്ല ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഡബിൾ ഗെയിം എന്ന വാക്ക് നീ ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണല്ലോ കാരണം അവൾ അന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സജന ഇക്ക നീ സംസാരിക്കുന്ന കണക്കല്ല, നിന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്കല്ല സജന, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന നീ മനസ്സിലാക്കും മോളെ എന്ന് എൻ്റെ അടുത്ത് അന്നമ്മ പറയുമ്പോൾ പോലും ഞാൻ അന്നമ്മയല്ല വിശ്വസിച്ചു. പാവം അവൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൾ വെറും പാവമാണ്. ഇതിനകത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്ന് കയറി കൊടുക്കുന്നല്ല നിങ്ങൾ ഇപ്പൊ ഇതുപോലെ അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു, അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ 2ാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോർട്ട് ചെയ്ത് തന്നു. അബോർട്ട് ചെയ്തു ഞാൻ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. 2ാമത് ഈ പൂർണ്ണമായപ്പം അത്
2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഈ ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ലല്ലോ. അല്ല, പറയുന്നുണ്ടല്ലോ, ആണല്ലോ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കള്ളത്തനം പറയുന്നുണ്ടെന്ന്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്കും അറിയാം, അച്ചായനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ല രീതി നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതിയെന്ന് പറയുന്നതുമൊക്കെ. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ ദിയയെടുത്തും ഈ പറഞ്ഞ കണക്ക് എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ സത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ദേഷ്യപ്പുറത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയാണ്. ദിയ എന്നുള്ളൊരു വ്യക്തിക്ക്, സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം അത് ഒരു ലേഡിയെ കുറിച്ച് പറയുമ്പോൾ മേ ബി ദേഷ്യം വന്നത് അതായിരിക്കും. അന്നമ്മയും ഞാനും ഉള്ള പ്രശ്നം ഇത് സംസാരിച്ചപ്പോൾ അന്നമ്മ പോവണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്നതും ആ സമയത്തുള്ള സംസാരങ്ങൾ ഉണ്ടായ സംഭവങ്ങളാണ് അന്നമ്മയെ ട്രിഗർ ചെയ്ത്. ആ സമയത്ത് ഞാൻ ദിയെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അന്നമ്മയാണ് കളിക്കുന്നതെന്നുള്ള ട്രിഗറിങ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. അന്നമ്മയാണ് ശരിയല്ല അപ്പോഴെല്ലാം ഞാൻ ആ ട്രിഗറിലാണ് ഞാൻ അന്നമ്മയടുത്ത് ദിയെടുത്ത് സംസാരിച്ചുകൊണ്ട് അന്നമ്മ ഫോൺ എടുത്തിട്ട് അന്നമ്മ എൻ്റെ അടുത്ത് കൂടായപ്പോൾ ഞാൻ പറഞ്ഞു, അന്നമ്മ നീ ഡബിൾ ഗെയിം കളിക്കല്ലേ അന്നമ്മ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് അന്നമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടത്. അവളും എൻ്റെ കൂടെ നല്ല രീതിയിൽ നിന്നാണെന്ന് ഇപ്പം എനിക്ക് ബോധ്യം വരുന്നുണ്ട്. അന്നമ്മയും കളിച്ചുകൊണ്ടിരുന്നതല്ല. അന്നമ്മയും അന്ന് തൊട്ട് എൻ്റെ ഉമ്മയെടുത്താലും എൻ്റെ അടുത്ത് പറയുന്നത് റസൂലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വേറെ, നിൻ്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ അടുത്ത് മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. അവൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ആരായി? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി ഒന്നും ഇക്കാടന്റെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ തന്നെയാണല്ലോ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ഞാനിത് ഉപയോഗിച്ചു എന്നും ഞാൻ എന്റെ കൂട്ടുകാരത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ്. അല്ല ഇപ്പൊ അച്ഛനെ കോൺഫിഡൻസ് ഇട്ടിട്ട് അല്ല എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, എടാ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാൻ അവളെ ഇതായിട്ടുണ്ട്, എനിക്ക് അച്ചായൻ്റെ അടുത്തും ഷാലുവിൻ്റെ അടുത്തായാലും അച്ചായൻ്റെ അടുത്തായാലും ദിയെ അടുത്തായാലും അന്നമ്മ അടുത്തായാലും ഇനി എനിക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം റസൂലിക്കാണ് ഉണ്ടാക്കിയത്. അത് ഇപ്പം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോൾ അവരില്ലെങ്കിൽ ലൈഫിൽ ഞങ്ങൾ അകത്തി ഞങ്ങളെ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് ബോധ്യമായി. അന്നമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്.
അന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്നമ്മ മോളെ നിന്നെ കുറിച്ച് പറയുന്നത് നീ വിശ്വസിക്കും, നീ മണ്ടേ പോലെ നിക്കല്ലേ മോളെ. അവൾ എന്നെ മോളെ എന്ന് വിളിച്ചിട്ടുള്ളൂ, അവൾ എന്നെ സിസ്റ്ററിനെ പോലെ കണ്ടിട്ടുള്ളത്. അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അച്ചായന്റെ അടുത്തുള്ള എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, അതും എന്റെ തെറ്റിദ്ധാരണയിൽ വന്നു പോയതാണ്. അത് ഞാൻ അച്ചായന്റെ അടുത്ത് മാപ്പ് പറയാം. എന്റെ ബ്രദറിനെ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പിന്നെ ദിയെ അടുത്തും ഈ ഒരു ദിയക്ക് ഇത് ട്രിഗർ ചെയ്ത് ഇതായിരിക്കും. ആരെ വിളിക്കാന്ന് എന്തോന്ന് ഞങ്ങൾ തിരിച്ചു വിളിക്കാം. മേഡ് വിളിക്കുന്നു, മേഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ പറയാൻ വേണ്ടി വിളിച്ചത്. അയാൾക്ക് തന്നെ കുരു തോണ്ടിക്കൊണ്ടിരിക്കുക, അയാൾ തന്നെ, അത്രേ ഉള്ളൂ. അയാൾ തന്നെ അയാളെ കുരു തോണ്ടിക്കൊണ്ടിരിക്കണം. അയാളെ കുബുദ്ധി പറഞ്ഞോ കുബുദ്ധി പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല. നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇല്ല എനിക്കിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ള തന്നെയാണ് റസൂൽക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളെ വാക്കാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം. എന്റെ അടുത്ത് ആ മറ്റേ മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല റസൂൽക്ക. കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ ഇത്. മൂപ്പൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന കക്ഷിയാണ്. എന്നെ സജിനെയൊക്കെ അറിയാവുന്ന മൂപ്പൻ വ്ളോഗിലെ മൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല, നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു. അത് മൂപ്പൻ ഇട്ടോളൂ, അത് നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ ഇട്ടേക്ക്. അത് എനിക്ക് വിഷയമല്ലല്ലോ. കാരണം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോന്ന് തെളിയിപ്പിച്ചോണ്ടിരിക്കില്ലേ. നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ചായന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്ന. എനിക്ക് അമ്മച്ചി നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട. അമ്മച്ചി നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട. എന്തിനാണല്ലോ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സിനെ എന്നെ അതിനകത്ത് ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും, ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആവണം അല്ലേ? അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്ര അതായത് റസൂൽ പൂക്കുട്ടിയുടെ ലീഗലിയുള്ള വൈഫ്, അതാണ് ഷാദി. ആ ഷാദിയത്തെ അടുത്ത് ആ വിഹിതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യം പറയണമെന്ന്. അവർക്ക് ഒന്നാമതേ ക്യാൻസറായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അതൊക്കെ പറഞ്ഞ് അവർ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഇത് അതിനുശേഷമാണ് അയാൾ സംസാരിച്ചത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ അച്ചായന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ് ദിയെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മളിത്ര ഈ തീരുമാനം എടുത്തല്ലോ. അന്നേരം ഇയാൾ നല്ല കുഞ്ഞ് കാണിക്കാൻ എന്തിനാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ അടുത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അടുത്ത കള്ളത്തരം കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അടുത്ത പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. നീ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എവിടെ നിന്നാണ് വരുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്റെ അടുത്ത് നിന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ നിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ എനിക്ക് തിരിഞ്ഞു. കാരണം എന്താ? നിങ്ങളെ കാരണം നീ പറഞ്ഞ കാര്യങ്ങൾ കാരണം പെണ്ണെ. ഞാൻ പറഞ്ഞു ആ പറയാൻ കാരണം എന്താ? നിങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു അന്നമ്മ ശരിയല്ല, ശരിയല്ല, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലോട്ട് എന്നെ വിഷം കയറ്റി തന്നു നിങ്ങൾ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അന്ന് രാവിലെ സ്റ്റുഡിയോയിലിരുന്ന് ഈ അന്നമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എന്താണോ ഭാരതത്തിൻ്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്.